ഇവിടെ കുടുംബശ്രീയുടെ ഹോട്ടലിലാണ് ഏറ്റവും നോർമൽ റേറ്റിൽ ഇടുന്നത്. അവിടെ ഒരു കുഞ്ഞു മീൻ കഷ്ണമൊക്കെ ഉള്ള ആണെങ്കിൽ 70 രൂപ കൊടുക്കണം. അതിനനുസരിച്ച് അപ്പൊ അത് കൂട്ടിയാൽ മതി. നമ്മൾ സാധാരണ ഊണ് കൂട്ടി വൈകുന്നേരം ഏറ്റവും മിനിമത്തിന് കഴിച്ച് ഞാൻ എന്റെ കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടാണ് എനിക്ക്. അതുകൊണ്ട് ഒരു ദിവസത്തെ 100 രൂപയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരെല്ലാം കൂടി കഴിക്കുന്ന ഫുഡിന്റെ വില ഒരു ദിവസത്തെ പറയാൻ പറ്റും. 140 കോടി ആൾക്കാർ കൊണ്ട് ഒരു ദിവസം 100 രൂപയ്ക്ക് 140 കോടി കുറച്ച് വർഷം മുമ്പായിരുന്നു. ഇപ്പോഴത്തെ കണക്ക് പറഞ്ഞുകൊണ്ട് എന്നാലും ഒന്ന് പറയാമോ പെട്ടെന്ന്? ജോസേട്ടന് അത് കൃത്യം അറിയാം. 14,000 കോടി രൂപയുണ്ട്. നമുക്ക് ഈ റൂമിലൊന്നും തികയില്ല. ഈ കെമിക്കൽ മൊത്തം നിറച്ചാലും തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 14,000 കോടി രൂപയുടെ ഫുഡ് നമ്മൾ 100 രൂപ കണക്കിൽ നോക്കുമ്പോൾ കഴിക്കുന്നുണ്ട്. അത് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ്, നിങ്ങൾക്കറിയാം. അങ്ങനെയല്ല, കുറച്ചുകൂടി കൂടിയ റേറ്റ് ഉണ്ട്. നമുക്ക് അറിയാം, ഓരോ റീജിയൽ വൈസ് അതിന് വ്യത്യാസമുണ്ട്. എന്നാലും ആവറേജ് 100 എടുക്കുമ്പോൾ ഈ 14,000 കോടി ഒരാഴ്ച കഴിക്കുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന് ഏകദേശം എത്ര വരും? 1 ലക്ഷം അടുത്ത് 98,000 വരും. 14,700 ഗുണിച്ച് ചെയ്യുമ്പോഴത്തേക്കും 1 ലക്ഷം കോടി രൂപ. നിങ്ങൾക്ക് കേട്ടിട്ട് പേടിയാവുന്നില്ല, കാരണം ഇതെല്ലാം കണ്ടിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പൊ 1 ലക്ഷം കോടി രൂപയുടെ ഫുഡ് നമ്മൾ ഒരാഴ്ച തന്നാണ്. അപ്പം നിങ്ങളാണ് അതിന്റെ കാരണക്കാര്. അത് കൃഷിക്കാര് ഇവിടെ ഉള്ളതുകൊണ്ടല്ല, സ്ട്രോങ് ആയിട്ടുള്ള കൃഷിക്കാര് നമ്മുടെ രാജ്യം മൊത്തം ഇങ്ങനെ ആരോഗ്യത്തോടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നത്. വേറെ അതിന്റെ അടുത്ത് പോയി നമ്മൾ വാങ്ങുകയൊന്നുമല്ല ചെയ്യുന്നത്. കൈനീട്ടത്തൊന്നുമില്ല. നമ്മുടെ രാജ്യത്തെ പാടങ്ങളിൽ ഇത് ഉണ്ടാവുന്നുണ്ട്. ഒരാഴ്ച 1 ലക്ഷം കോടി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ മാസം നമ്മൾ നോക്കുമ്പോൾ 4 ലക്ഷമായി. അതിനെ വീണ്ടും 12 കൊണ്ട് കുടിക്കുമ്പോൾ ഒരു വർഷത്തേതായി, അല്ലെ? അപ്പൊ 4 × 12 കൊണ്ട് എത്രയാണ്? 48,000. അത്രയും ലക്ഷം കോടിയുടെ നമ്മൾ കഴിക്കുന്നുണ്ട്. അത് പല രാജ്യങ്ങളുടെയും ആകെയുള്ള ബഡ്ജറ്റ് തുക അല്ലെങ്കിൽ GDP-യെക്കാട്ടിലൊക്കെ മുകളിലാണ് നമ്മുടെ ഭക്ഷണ ഉൽപാദനത്തിന്റെ മാത്രമുള്ള വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ അത്രയൊരു ഹ്യൂജ് സം മുമ്പിലുള്ളത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അഭിമാനത്തോടെ വേണം നമ്മൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി, കർഷകരാണെന്ന് പറയുന്നതിന്. ഞാൻ കഴിഞ്ഞ ആഴ്ചയില് ആന്ധ്രയിലെ കർഷകരെ കാണാൻ വേണ്ടി യൂണിവേഴ്സിറ്റി വിട്ടിരുന്നു. അപ്പൊ അവിടെ വളരെ നല്ലൊരു അവസരം കിട്ടിയതാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കണ്ടെത്താൻ ദൂരത്ത് പാടശേഖരങ്ങളാണ് കിടക്കുന്നത്, നമ്മൾ ഇതേപോലെ തന്നെ. പക്ഷെ അവിടെ വെള്ളം ഇല്ലാന്നുള്ള ഒരു പ്രശ്നമുള്ളൂ. എന്നാലും അവര് വളരെ നല്ല ഭംഗിയായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഉള്ള വെള്ളം ഒഴിച്ചിട്ട് അവരത് കൺസേർവ് ചെയ്തിട്ടൊക്കെ നല്ല കൃഷി. നമ്മൾ അവരുണ്ടാക്കുന്നതെല്ലാം നമ്മൾ കുറെ ഭാഗം നമ്മുടെ ഇവിടെ കടകളിലൊക്കെ വരുന്നത്, പച്ചരിക്ക് പ്രത്യേകിച്ച് ഉള്ളിൽ തന്നെ അവിടെ നിന്ന് വരുന്നതാണ് പച്ചരി. അല്ലാതെ നമ്മളത് പൊടിക്കാനും പൊട്ടിനൊക്കെ എടുക്കുന്നത് അവരുടെ ഏരിയയാണ്. അപ്പോ അങ്ങനെ ആന്ധ്ര നമ്മൾ നോക്കിയാൽ അവിടെ മുഴുവൻ ആൾക്കാരും തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എന്ന് കഴിഞ്ഞാൽ ഈ കർഷകർ തന്നെയാണ്. അവര് ഉഴുതാൻ വേണ്ടിയിട്ട് പഴയ പോലെ ആനിമൽസിനെ ഉപയോഗിക്കുന്നുണ്ട്, ട്രാക്ടറുണ്ട്, പുതിയ പുതിയ ടെക്നോളജികളെല്ലാം അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നമുക്കറിയാം, നമുക്ക് സഞ്ചരിച്ചാൽ ഇങ്ങനെ മണിക്കൂറുകൾ സഞ്ചരിച്ചാൽ ഈ പാടശേഖരങ്ങളൊന്നും തീരുന്നില്ല. അപ്പോ നമ്മൾ ഇത്രയും ആൾക്കാർ, ഞാൻ ഈ പറഞ്ഞ 1 ലക്ഷം കോടി ഒരാഴ്ച ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ടാവുന്നത് ഇതുപോലെയുള്ള പാടങ്ങളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആ കർഷകർക്ക് വേണ്ടുന്ന സാങ്കേതിക വിദ്യകളൊക്കെ സമയാസമയങ്ങളിൽ രാജ്യം പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടും കൂടിയാണ് നമുക്കിങ്ങനെ ഉത്പാദനത്തിലൊരു സേഫ്റ്റി സോൺ നമ്മൾ നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമുക്കറിയാം, നിങ്ങൾ ഒത്തിരി പേരും കുറച്ചൊരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെയൊക്കെ നിൽക്കാൻ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവര് പറയുന്ന അനുസരിച്ചൊക്കെ നമ്മൾ നിൽക്കേണ്ടി വരും. അതുപോലെ പട്ടിണി മരണങ്ങളും സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്നതുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനെയൊക്കെ മാറും. അപ്പൊ രാജ്യത്തിനൊന്ന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫുഡ് പ്രൊഡക്ഷൻ സേഫ് ആക്കുക എന്നുള്ളതാണ്. ഭക്ഷണം ഇല്ലാത്ത ആൾക്കാർ എന്ത് വർത്താനം പറഞ്ഞാലും ആൾക്കാർ മൈൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്വന്തമായിട്ട് വയറ് നിറയ്ക്കാനുള്ളത് നമുക്ക് ഉണ്ടാവണം എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു 1970 10-20 വർഷം കൊണ്ട് നമ്മൾ അത് മാനേജ് ചെയ്തു. രാജ്യം ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആവശ്യത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. നമുക്ക്